ഹലോ ഹായ് എവരിവൺ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അവസരങ്ങളുടെ രാജാവ് അല്ലെ ഡിഗ്രി മെയിൻസ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് അതായിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കുറിച്ച് പറയുമ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു, ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഒക്കെ പ്രതീക്ഷിക്കാം. അതേപോലെ നമ്മുടെ മെയിൻസിന്റെ ഡേറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും അതേപോലെ SBCD ഒക്കെ മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു എന്ത് ചെയ്തിട്ടില്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നവംബറിലെ കലണ്ടർ PSC ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ മെയിൻസിന്റെ ഡേറ്റും തീർച്ചയായിട്ടും ആ ഒരു കലണ്ടറിൽ തീർച്ചയായിട്ടും വരും. സോ അതിലും ഡിസംബറിലേക്ക് എന്ത് ചെയ്യാൻ സാധ്യതയില്ല, ഡിലേ ആവാനുള്ള സാധ്യതയില്ല. നവംബറിൽ തന്നെ എന്ത് ചെയ്യാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ മെയിൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാത്തവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ അപ്പോഴും ആലോചിക്കുന്നുണ്ടാവും ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണെന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്ത് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ എന്ത് ഇതിന്റെ കൂടെ പ്രിപ്പറേഷൻ എന്ത് അതിന്റെ സൈഡിൽ കൂടി എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. സോ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും 2 ഗ്രേഡ് എക്സാമുകളാണ് അല്ലെ. ഒന്ന് ഗ്രേഡ് 1 കാറ്റഗറി വരും, മറ്റൊന്ന് ഗ്രേഡ് 2 വരും. ഗ്രേഡ് 1ലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് KSFE, അതേപോലെ എന്താണ് KMML അല്ലെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോൺ, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതൊക്കെയാണ് എന്ത് ഗ്രേഡ് 1 പോസ്റ്റിൽ വരുന്ന 382/2025 കാറ്റഗറി നമ്പറിൽ വരുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അതിനകത്ത് നെയിം ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഓരോരോ സ്ഥാപനങ്ങൾ, ഇപ്പോൾ നമ്മൾ KSFE എടുക്കുകയാണെങ്കിലും KMML എടുക്കുകയാണെങ്കിലും കെൽട്രോൺ എടുക്കുകയാണെങ്കിലും അവിടെ ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക്, അങ്ങനെയുള്ള ടൈം കീപ്പർ, അങ്ങനെയുള്ള ഓരോരോ പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സാലറി ഓരോരോ കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് സാലറി എന്താണ് പറയുന്നത്, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അത് അവർ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ആ ഒരു കമ്പനി ബോർഡ് എന്ത് ചെയ്യുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാലറി ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. സോ ഇതാണ് എന്താ 382/2025 ഗ്രേഡ് 1 തസ്തികകളുടെ സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത്രയും പോസ്റ്റുകളാണ് എന്താ ഈ ഒരു തസ്തിക പ്രകാരം വരിക. അതേപോലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എന്താണ്, ആ കമ്പനി ബോർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത്. ഇനി വേറെ അതേപോലെ ഇത് ഗ്രേഡ് 1ന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഗ്രേഡ് 1 പോസ്റ്റുകളാണ്. ഗ്രേഡ് 1നകത്താണ് KSFE അതേപോലെ KMML ഒക്കെ വരിക. ഓക്കെ, കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും ഏതിൽ തന്നെയായിരിക്കും, ഗ്രേഡ് 1 പോസ്റ്റുകൾക്ക് തന്നെയാണ് ആയിരിക്കും കേട്ടോ. ഇനി ഗ്രേഡ് 2 അതാണ് കാറ്റഗറി നമ്പർ 383/2025 വന്നാൽ അവിടെയാണ് എന്ത് വരിക, KSRTCയിലേക്കും അതേപോലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള എന്ത് ചെയ്യുക പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ വരുന്ന ഗ്രേഡ് 2 പോസ്റ്റുകളാണ് കേട്ടോ. അതിന്റെ കാറ്റഗറി നമ്പർ 383/2025 ആണ്. അവിടെയും എന്ത് തന്നെയാണ് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഒക്കെ ആയിരിക്കും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോസ്റ്റിംഗ് വരിക. അതേപോലെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് എന്താണ്, കമ്പനി ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന ആ ഒരു പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. സോ ഇത് രണ്ടുമാണ് എന്ത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. സോ ഇതാണ് എന്താ ജോലിയുടെ രീതികളൊക്കെ വരാം. ഇനി ഇതനുസരിച്ച് ഇത് നോക്കുകയാണെങ്കിൽ മുൻ വർഷം അല്ലെങ്കിൽ ഇത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് 2025 നോട്ടിഫിക്കേഷൻ വന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം നടന്നിട്ടുണ്ട്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ഓരോരുത്തർക്കായിട്ട് നിയമനങ്ങൾ നൽകുന്നുണ്ട്. സോ അങ്ങനെ ഒരു ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. സോ ആ ലിസ്റ്റ് പ്രകാരം എത്രയായിരുന്നു മുൻ വർഷത്തെ പരീക്ഷ അനുസരിച്ച് വന്ന കട്ട് ഓഫ് അല്ലെ. 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടന്നത്. പ്രിലിംസ് പരീക്ഷയും നടന്നു, മെയിൻസ് പരീക്ഷയും നടന്നു. സോ അതിന്റെ കട്ട് ഓഫുകൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹം കാണും. സോ ആ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 026/2022 ഇത് ഗ്രേഡ് 1 ആണ് കേട്ടോ. KSFE അതേപോലെ തന്നെ KMML, അതായത് ഈ പോസ്റ്റിൽ നടന്ന പരീക്ഷ. ഓക്കെ, ഇതിന്റെ മുൻ വർഷം നടന്ന പരീക്ഷ. ഓക്കെ, ആ ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രിലിംസ് എക്സാം നമ്മളിപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ അതേപോലെ അന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ പ്രകാരം കട്ട് ഓഫ് വന്നത് 39.076 മാർക്കായിരുന്നു എന്ന് അന്ന് ഡിഗ്രി നല്ല നിലവാരത്തിൽ നടന്ന 2 പരീക്ഷകളായിരുന്നു കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത പരീക്ഷകളായിരുന്നു അന്ന് നടന്നത്. ഓക്കെ, ഇപ്പൊ നടന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല എന്നല്ല. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 026/2022 അന്ന് നടന്ന പരീക്ഷ പ്രകാരം ഡിഗ്രി പ്രിലിംസിന്, കാരണം പ്രിലിംസും മെയിൻസും 2 ഘട്ടം പരീക്ഷയാണ്. സോ പ്രിലിംസിന് വന്ന കട്ട് ഓഫ് 39.076 മാർക്കായിരുന്നു പ്രിലിംസിന് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നടന്ന മെയിൻസിന്റെ കട്ട് ഓഫ് വന്നത് 43.33 മാർക്കായിരുന്നു എന്താ മെയിൻസ് കട്ട് ഓഫിന് വന്നത്. ഞാൻ പറഞ്ഞ ഗ്രേഡ് 1 കാറ്റഗറിയുടെ കാര്യമാണ് കേട്ടോ. ഗ്രേഡ് 1 കാറ്റഗറിയാണ്. അത് KSFE KMML പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഗ്രേഡ് 1 കാറ്റഗറി പരീക്ഷയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് അനലൈസ് ചെയ്താണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 39.076 മാർക്കും മെയിൻസിന്റെ 43.33 മാർക്കുമായിരുന്നു എന്താ വന്നത്. ഇനി ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ വന്ന ടോട്ടൽ അല്ലെങ്കിൽ എന്താണ് ആസ്പിറൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എത്രയാണ്, 3763 പേരായിരുന്നു എന്താ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണം. ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണമാണ് പറഞ്ഞത്, അല്ലാതെ സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാർ എത്ര പേരായിരുന്നു, 3763 പേരായിരുന്നു. ഇനി 653/2021 ഇതെന്താ ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്ക് നടന്ന പരീക്ഷ അല്ലെ. KSRTC പോലെയുള്ള ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്ക് നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 653/2021. സോ ആ ഒരു പരീക്ഷ പ്രകാരം മെയിൻസിന് വന്ന കട്ട് ഓഫ് 53.67 ആണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിലേക്കുള്ള നിയമനങ്ങൾ കുറച്ചുകൂടി കുറവാണ്. ഇതിലായിരിക്കും എന്താ ഗ്രേഡ് 1 പോസ്റ്റുകളിലേക്കായിരിക്കും കുറച്ചുകൂടി നിയമനങ്ങൾ കൂടുതൽ നടക്കാറ്. ഓക്കെ, സോ ഇതാണ് എന്താ
മുൻ വർഷത്തെ കട്ട് ഓഫ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഗ്രേഡ് 1 പോസ്റ്റിന്റെ കട്ട് ഓഫ് 43.33 മെയിൻസിന്, അതേപോലെ ഗ്രേഡ് 2 അതായത് KSRTC പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഗ്രേഡ് 2 പോസ്റ്റുകളുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 53.67 മാർക്കുമായിരുന്നു കട്ട് ഓഫ് വന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ കട്ട് ഓഫ് അറിയാൻ ആഗ്രഹമുള്ളവർ കാണും, അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കട്ട് ഓഫ് ഒന്നും വേണ്ട, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, സ്റ്റഡി പ്ലാൻ ഉപയോഗിക്കുക, ടോപ്പിക്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക, മുന്നോട്ട് പോകാം. ഓക്കെ, ഇതാണ് മുൻ വർഷത്തെ കട്ട് ഓഫ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊരു നിങ്ങൾ വേണമല്ലോ, ഇത്രത്തോളം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വേണം, അതിന് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. ഇനി കട്ട് ഓഫ് കഴിഞ്ഞു, ഇനി ഈ ഒരു കട്ട് ഓഫ് പ്രകാരം ഓരോരുത്തരായിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അല്ലേ. ഗ്രേഡ് 1 ഗ്രേഡ് 2 കാറ്റഗറിയിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം എത്ര പേർക്ക് നിയമനം ലഭിച്ചു, അല്ലെങ്കിൽ എത്ര പേര് ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ജോലിയിൽ പ്രവേശിച്ചവരുടെ കാര്യം കണക്കെടുക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയടാ, നമ്മുടെ പോസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് 1 പോസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അങ്ങനെയുള്ള കാറ്റഗറി നമ്പർ 026/2022, അതായത് നമ്മുടെ ഗ്രേഡ് 1 പോസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് KSFE, KSCB, KMML പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നടന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നത് 13/3/2024 ആണ്. അതായത് 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. സോ ഇനിയും എന്താ ഒരു വർഷം കൂടി ഉണ്ട് അല്ലെ, 2026 ആയിട്ടേ ഉള്ളൂ. 2027 വരെ എന്താ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം ടോട്ടൽ 2323 പേർക്കാണ് എന്താ അഡ്വൈസ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമനങ്ങളുടെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഗ്രേഡ് 1 എന്ന് പറയുന്നത് അല്ലെ. 2323 പേർക്ക് ഇതുവരെ ലാസ്റ്റ് അഡ്വൈസ് പോയിരുന്നത് 24/7/2026 സോ ഇതുവരെ എന്താ 2323 പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ തന്നെ OC നോക്കുകയാണെങ്കിൽ 1914 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1. ഇനി ഗ്രേഡ് 2ലേക്ക് പോയാലും ഞാൻ പറഞ്ഞു നേരത്തെ ഗ്രേഡ് 1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രേഡ് 2 എന്താണ് കുറച്ചും കൂടി എന്താണ് അഡ്വൈസ് പോകുന്നത് കുറവായിരിക്കും അല്ലെ. ഗ്രേഡ് 1നായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ അഡ്വൈസുകൾ നടക്കാറ്. ഇനി ഗ്രേഡ് 2ലേക്ക് വരാൻ ജൂനിയർ അസിസ്റ്റന്റ്, അതേപോലെ അത് എവിടെയാണ് KSRTC പോലുള്ള സ്ഥാപനങ്ങളിലായിരിക്കും. അവിടെ ലാസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ അത് ലിസ്റ്റ് വന്നത് 29/1/2024 ടോട്ടൽ അഡ്വൈസ് നടന്നത് 946 പേർക്കായിരുന്നു എന്താ ടോട്ടൽ അഡ്വൈസ് നടന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 29/7/2026. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഗ്രേഡ് 1 പോസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ഏകദേശം 2300ഓളം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ OC 614 അല്ലെ. എല്ലാ കാറ്റഗറിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നിയമനങ്ങൾ നടന്ന ഒരു പോസ്റ്റാണ് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും എന്താണ്, ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല, ഓക്കെ ശരി. പക്ഷേ എന്താണ്, നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ എന്ത് ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്തു, അപ്പം ക്രാക്ക് ചെയ്തിട്ട് മെയിൻസിന് പഠിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. കാരണം എന്താണ്, പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. സോ ആ ക്വാളിഫയിങ് എക്സാം അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ടിരുന്നിട്ട് അല്ലെ, നല്ലൊരു ചാൻസ് ആണ് എന്താ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കാരണം ആ പ്രിലിംസിൽ ഉൾപ്പെടുന്ന ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും നിയമനങ്ങൾ വരുന്ന ജോലി, ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. സോ അത് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ പ്രിലിംസ് കിട്ടിയിട്ട് ആരും എന്താ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താണ് നല്ലൊരു സുവർണാവസരമാണ്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, മാക്സിമം പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് നോക്കി, അതേപോലെ എന്ത് ചെയ്തു, നമുക്ക് നിയമന നില നമുക്ക് മനസ്സിലായി അല്ലെ, അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യവും മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് സിലബസ് ആണ്. സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഡീറ്റെയിൽഡ് സിലബസിന്റെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇനി സിലബസിലേക്ക് വരികയാണെങ്കിൽ ജനറൽ നോളജ് അതിനകത്ത് ഹിസ്റ്ററി 5 മാർക്കിനുണ്ട്, ജോഗ്രഫി 5 മാർക്കിനുണ്ട്, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, അതേപോലെ കേരള ഗവർണൻസ് 10 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് നമ്മുടെ കലാകായികം, സാഹിത്യം, സാംസ്കാരികം 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട്സ് 5 മാർക്ക്, കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കറണ്ട് അഫേഴ്സ് 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ മാത്സ് മെന്റലബിലിറ്റി 10 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിന്, അതേപോലെ മലയാളം 10 മാർക്കിന്. ഇങ്ങനെയാണ് എന്താ ടോപ്പിക്സ് വരിക. സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സിലബസ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, പ്രിലിംസ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം. സിലബസ് എന്ത് ചെയ്ത് വിട്ട് അത് തോന്നിയ രീതിയിൽ എന്ത് ചെയ്ത് പഠിക്കരുത്. കാരണം കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യാം. കാരണം മെയിൻസ് ആണ്, പ്രിലിംസ് പോലെയല്ല, ക്വാളിഫയിങ് എക്സാം അല്ല, റാങ്ക് ലിസ്റ്റിൽ വരേണ്ട എക്സാം ആണെന്നൊരു ബോധം നമുക്ക് വേണം. എവിടെയെങ്കിലും വന്നിട്ടും കാര്യമില്ല, കൃത്യമായിട്ടൊരു ജോലി കിട്ടേണ്ട പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് എത്തിയേ പറ്റുള്ളൂ. സോ ആ രീതിയിൽ വേണം എന്ത് ചെയ്യേണ്ടത്, പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയേണ്ടത്. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ്ട്, പ്രിലിംസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ പ്രിലിംസ് റിസൾട്ട് എത്രയും പെട്ടെന്ന് വരട്ടെ, അല്ലെ ഒരുപാട് പേർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേർക്ക് മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അല്ലെ ഏറ്റവും പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം തന്നെയായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഓക്കെ ആണ്, എങ്കിലും കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം ആയിരിക്കും. സോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പ്രിപ്പറേഷനുകൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ അസ്ത്ര ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മെയിൻസ് ബാച്ച് ആണ് കേട്ടോ. ഫീസ് 2499 രൂപയാണ്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 8281223366 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.
താങ്ക്